നമസ്കാരം. പശ്ചിമ ബംഗാളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6 ഘട്ടങ്ങൾക്ക് ശേഷം രണ്ട് മുൻനിര മത്സരാർത്ഥികളായ തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും പരസ്പരം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഇരുവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് CPIM മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് CPIMനുള്ളത്. കാരണം കൊൽക്കത്തയിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന അടുത്ത വോട്ടെടുപ്പ് നടക്കുന്ന 9 സീറ്റുകളിൽ CPIMന് സീറ്റ് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ അത് ഒരു നവോത്ഥാന പോരാട്ടമായി തന്നെ മാറി മറിയുകയും ചെയ്യും. CPIM ആരുടെ വോട്ടുകൾ വെട്ടിക്കുറയ്ക്കുമെന്നതാണ് TMCയെയും BJPയെയും അങ്കലാപ്പിലാക്കുന്നതും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 42 ലോക്സഭാ സീറ്റുകളിൽ 22 എണ്ണത്തിൽ TMCയും 18 എണ്ണത്തിൽ BJPയും വിജയിച്ചിട്ടുണ്ട്. ബാക്കി 2 എണ്ണം കോൺഗ്രസും നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMന് വീണ്ടും അക്കൗണ്ട് തുറക്കാനായില്ല. എന്നാൽ 2019 ഹിന്ദു വോട്ടർമാർ പാർട്ടിയിലേക്ക് മാറിയതിൽ നിന്നാണ് BJPക്ക് ഒരു വൻ കുതിച്ചുചാട്ടം ഉണ്ടായത്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേക്കും BJP സഖ്യം പൂർണ്ണമായും ബംഗാളിൽ നിന്നും അപ്രത്യക്ഷമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പരമ്പരാഗത ഇടതുപക്ഷ വോട്ടുകളിൽ ചിലതിപ്പോൾ പുനർവിചിന്തനം നടത്തുന്നതായും നമുക്ക് കാണാൻ കഴിയും. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ സൂചനകൾ കണ്ടു എന്നുള്ളത്. CPIM പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് നടത്തുന്നതെന്ന തിരിച്ചറിവ് മനസ്സിലാക്കാൻ വൈകിയെന്നതാണ് TMCയും BJP ക്യാമ്പുകളിലെ നേതാക്കൾ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. 2019 TMC ആധിപത്യം പുലർത്തിയ അവസാനഘട്ട സീറ്റുകളിൽ കുറഞ്ഞത് 2 ശക്തമായ CPIM സ്ഥാനാർത്ഥികളെങ്കിലും മത്സര രംഗത്തുണ്ടായിരുന്നു. ഡംഡമിൽ സുജൻ ചക്രവർത്തിയും ജാദവ്പൂരിൽ ശ്രീജൻ ഭട്ടാചാര്യയുമാണ് മത്സരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഡംഡം ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ ഇടതു പാർട്ടി BJPയുമായി ഒരു ധാരണയിൽ എത്തിയെന്നാണ് CPIMനെതിരായ ആക്രമണത്തിൽ മമതാ ബാനർജി ആരോപിച്ചിരിക്കുന്നത്. ശരിക്കും മമതാ ബാനർജിയുടെ ശിങ്കിടികളും മമതയുമൊക്കെ BJPയുമായി ധാരണയായതാണ് അവർ CPIMന്റെ തലയിൽ കെട്ടിച്ചമയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നക്ഷത്ര നിബിഡമായ റോഡ് ഷോകളും സമാപന പ്രസംഗങ്ങളും കൊണ്ട് എല്ലാ പാർട്ടികളും തങ്ങളുടെ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ വോട്ട് വിഹിതം ഉയരുമെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം കൂടിയാണ്. ഡംഡമിൽ BJPയുമായി ധാരണയുണ്ടെന്ന മമതയുടെ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഡംഡം മണ്ഡലത്തിൽ പ്രചാരണം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇത് പറയാത്തതെന്നും പകരം ജാദവ്പൂരിൽ അത് ചെയ്യാൻ തീരുമാനിച്ചതെന്നും CPIM സ്ഥാനാർത്ഥി സുജൻ ചക്രവർത്തി ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇടതുമുന്നണി ഭരണകാലത്ത് ബംഗാളിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല എന്നത് മുഖ്യമന്ത്രി ഓർക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മാത്രമാണ് സംസ്ഥാനത്ത് താമര വിരിഞ്ഞത് എന്നും സുജൻ ചക്രവർത്തി വ്യക്തമാക്കി.